നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കെ സ്വാഗതം പറയുന്നിടക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഇതെന്താ വെള്ളേരിക്ക പട്ടണ. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല. അനുമോൾ ആരാന്ന് ഇങ്ങനെ പോയിട്ട് ഇതാക്കാനും അതെന്താ ഹിന്ദിക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല പഞ്ചാബ് ജിസയിലെ കാര്യം പറയുന്നത് മനസ്സിലായി. അല്ല അനുമോള് ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് തള്ളുക, അതേപോലെ ശരിക്കും പറഞ്ഞ അവരെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നിനക്ക് അനുമോൾ ഇഷ്ടമാണെങ്കിൽ അത് നിന്റെ കയ്യിൽ വെച്ചോളാം, ഇത് എന്റെ അടുക്ക വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ അനുമോളെ സൈഡിലൊന്നും നിന്നോ. ഒരു കാര്യം ഞാൻ പറയാം, ജിസൈൽ ഹിന്ദിക്കാരിയാണ്, ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ജിസൈൽ ഹിന്ദിക്കാരും ഒക്കെ ആയിക്കോട്ടെ, ബിഗ് ബോസിന്റെ റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണ്. ബിഗ് ബോസിന്റെ റൂൾസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതെ ഞാൻ പറയുന്നത് വായ കൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷെ കൈ വെക്കാനോ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം, ഞാൻ വേണമെങ്കിൽ കൊല്ലാനും മടിക്കില്ല എന്ന്. അത് വളരെ അപകടം പിടിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നുണ്ട്. പിന്നെ കൊല്ലാനും ഞാൻ കൊല്ലുകയും ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവളെ പിടിച്ച് ജയിലിലിടണം, അതാ വേണ്ടത്. അനുമോളെ പിന്നെ ഗെയിം ഷോ ആണെങ്കിൽ ഇത് ഭീഷണിയല്ലേ, ഇത് ഭീഷണിയല്ലേ. ഇത് ശരിക്കും പിന്നെ കേസെടുക്കണം എന്റെ അഭിപ്രായമായിരുന്നു. കേസെടുത്തിട്ട് ശരിക്കും പിടിച്ചുകൊണ്ടോണം. പിന്നെ ഇത് ഭീഷണി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സിജോ എന്തിനാ ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ എന്തിനാ മറ്റവനെ പറഞ്ഞു വിട്ടെന്തിനാ? അത് പറ. റോബിനെ പറഞ്ഞു വിട്ടെന്തിനാ? അങ്ങനെ അതന്നെയല്ലേ പറയുന്നത്. ഓരോ ആൾക്കാർ അങ്ങനെ, ചില ആൾക്കാർക്ക് ഒരു നിയമം, ചില ആൾക്കാർക്ക് ഒരു നിയമം. അത് ശരിയല്ലോ. ഇത് ഫിസിക്കൽ അസോൾട്ട് നടന്നിരുന്നു. അങ്ങനെ തട്ടരുത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് അനുമോള് കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസയില് ഡ്രാമ അവൾക്ക് അതുവരെ ഈ ജിസയിൽ പിന്നെ അക്ബറും ഒക്കെ കൂടി ചെന്നിട്ട് ഇതൊരു ഫിസിക്കൽ അസോൾട്ട് ആക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത് ഈ അനുമോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത്. ആദ്യം ഒരിക്കൽ ഇതുപോലെ പോയിരുന്നു, അന്ന് ജിസയിൽ ക്ഷമിച്ചിരുന്നു. അല്ല ഈ അനുമോൾക്ക് ഒരു സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്ത് തെറ്റ് ചെയ്താലും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞൊരു കരച്ചൽ ഡ്രാമയാണ്. അതാണ് അനുമോൾ നടക്കുന്നത്. നീ നിന്റെ അനുമോളെ കൊണ്ട് നീ പോയിക്കോ, കുഴപ്പമില്ല. നമ്മൾ സമ്മതിക്കൂലേ? ഞാൻ സമ്മതിക്കൂലേ? ഇല്ല പറ്റൂല. ഞാൻ പറയൂല. ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു, ബിഗ് ബോസ് എനിക്ക് പറയാനുള്ളത് ജിസയില്ല, നിങ്ങൾ പിന്നെ എന്താ പറയുക, ജിസയിലിനെ ആക്രമിച്ചതിന് തീർച്ചയായിട്ടും നിങ്ങൾ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ആക്രമിച്ചതിന് മാത്രമല്ല അതൊക്കെ ബിഗ് ബോസ് ചെയ്യേണ്ടതാണ്. അതൊക്കെ ബിഗ് ബോസ് ആണ് അതിന് വേണ്ട ഇത് ചെയ്യേണ്ടത്. അനുമോള് പറഞ്ഞു ഇവിടെയുള്ള ആണുങ്ങൾ മൊത്തം ഞാൻ സമ്മതിക്കൂല. ഒരു കാര്യം ഞാൻ പറയാം, നീ അനുമോളുടെ ഭാഗത്ത് കൂടുന്ന എന്താ വെച്ചാൽ അനുമോളുമായിട്ട് അയ്യോ അനുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് നീ അവരെ ഭാഗത്ത് കൂടുന്നതാണ്. നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജിസയിലിന്റെ നമുക്ക് ചെയ്യണം. കാരണം ജിസയിൽ ഹിന്ദിക്കാരിയാണ്, ഒന്നും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്താണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞു കോനിയല് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചുകൊണ്ട് രേണു സുധി ഇവരൊക്കെ എന്ത് ഡ്രാമയാണ് അവരെ വലിയ കാണിച്ചത്. അപ്പൊ ഇത്രയും വലിയ തെറ്റ് ഞാൻ ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ചർച്ച ചെയ്യണം. ബിഗ് ബോസ് ഇവരെ പുറത്താക്കണം. കാരണം കഴിഞ്ഞ വർഷം സീസണുകളിലൊക്കെ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ജിസേലിനെ പുറത്താക്കുന്നത് അത് അവിടെ നമ്മുടെ ദേഹത്ത് തൊടാനുള്ള അധികാരം ഒരാൾക്കുമില്ല. ഇന്നിപ്പോഴ് അത് ഞാൻ പറയുന്നത് അല്ലല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പിന്നെ എന്താ പറയുക ഒരുത്തൻ ദേഹത്ത് തൊട്ടിട്ടാണ് വേറൊരുത്തം പോയിട്ട് 2 മാസം കിടക്കേണ്ടി വന്നത്. ഓന്റെ ശബ്ദം ഇന്നും ശരിയായില്ല. മനസ്സിലാക്കി അതും പിടിക്കണം. അത് പിടിക്കണം. അതായത് അപ്പാനി എന്ന് പറയുന്ന ഡബിൾ സ്റ്റാൻഡാണ്. അപ്പാനിയുടെ കാര്യത്തിൽ വിശ്വസിക്കണ്ട. എന്താ കാരണം എന്നറിയാം, അപ്പാനി ശൈത്യോട് പറയുന്നത് അപ്പാനി അക്ബറും പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നല്ലോ, ഷാനവാസ് വളരെ സൂപ്പറാണ്. അല്ല ഞാൻ പറഞ്ഞത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഡ്രാമയാണ്. അപ്പൊ ഇതാരും നമ്മൾ വിശ്വസിക്കൊന്നും വേണ്ട. എന്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ജിസയിലിനെ തല്ലിയതിനെതിരെ അനുമോള ഒന്നുകിൽ പുറത്താക്കണം. പുറത്താക്കിയതിൽ കുറഞ്ഞ ഒന്നുമില്ല. ജിസയിലിനെ പുറത്താക്കുന്നതിനാ
ജിസൈൽ ബിഗ് ബോസിന്റെ റൂൾ തെറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു കാര്യം പറ്റി, ഇത്രയും ക്യാമറയുടെ മുന്നില് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഒരാളുടെ സാധനം കട്ടെടുത്ത് ഉപയോഗിച്ചിട്ട് പറയാം അത് എന്റെ കഴിവാണ്. അങ്ങനെയല്ല, ഇത്രയും ക്യാമറയുടെ മുന്നിൽ ഇത്രയും ഇതിന്റെ മുന്നിൽ ഒരാള് കട്ടെടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഗെയിമാണ്. ഞാൻ ജിസൈലിന്റെ ഭാഗത്താണ്. ഇത് എന്റെ ജിസൈലിന്റെ ഗെയിമാണ്. ബിഗ് ബോസ് ഇത് എന്റെ ഗെയിമാണ്. ബിഗ് ബോസ് ഇത് എന്റെ ഗെയിമാണ്. ബിഗ് ബോസ് മനസ്സിലായ? ശരിയാണ്. അപ്പൊ എപ്പിസോഡ് റിവ്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ബാത്റൂമിന്റെ ആ ഒരു ചർച്ചയായിരുന്നു. അതായത് ബാത്റൂമിന്റെ ആ ഒരു അപ്പീന്റെ ചർച്ചയാണ് ആദ്യം തന്നെ വന്നത്. പക്ഷെ അതാരും മൈൻഡ് ചെയ്തിട്ടില്ല. അതാണ് എന്നിട്ട് പറഞ്ഞത് പറയുന്നത് എന്തുകൊണ്ട് അവിടെ ആരും മൈൻഡ് ചെയ്യാത്തത്? അല്ല, ഞാൻ വളരെ വാലിഡ് ആയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷെ എല്ലാവരും അതൊരു സില്ലി സിമ്പിൾ കാര്യമായിട്ട് വളരെ പുച്ഛത്തോടെ അക്ബറിന്റെ സൈഡിൽ ഞാൻ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പിന്നെ ആണുങ്ങൾ ചെയ്തെന്ന് ഞാൻ ആദ്യം ഓർത്തത്. പിന്നെയാന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലത്തെ മറ്റേ എന്താ പറയേണ്ടത് അത് മാത്രം മസാലകളും ഉണ്ടായിരുന്നു എന്ന് പിന്നെയാ പറയുന്നത്. അപ്പൊ മസാലയാണെങ്കിൽ ഇത് ആര് വേണമെങ്കിലും ചെയ്യാം. അവിടെ ആരാണ് ആണുങ്ങൾ മാത്രമേ പോകുന്നത്. ജെൻസ് ആണെന്ന് പറയാൻ തെളിവെന്താ? അവിടെ പോയിട്ട് ആർക്കും നോക്കുന്നുണ്ടാ? ഇല്ലല്ലോ, ആരും നോക്കുന്നില്ല. അത് ഞാൻ പറയുന്ന പല ആൾക്കാരും ഉണ്ട്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ചില പെണ്ണുങ്ങളും പിന്നെ അല്ല കളിയാക്കുന്നതല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 4 പേരോടല്ലല്ലോ വന്ന് പറയേണ്ടത്. അവരെല്ലാരെയും വിളിച്ചിട്ടല്ലേ അതെ അത് മോശമായി. ഏതായാലും ആ ചർച്ചയെല്ലാം കഴിഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ ജിസയില് പിന്നെ അനുമോള് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അനുമോള് അനീഷ് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ അപ്പാനി ഉണ്ടല്ലോ, അപ്പാനി പിന്നെ ശൈത്യോട് പറയുകയാണ് അതായത് ഇവിടെ ശരിയല്ല. ആരോടെ മറ്റേ അനുമോളുണ്ടല്ലോ ശരിയല്ല. എന്താ കാരണം? അതായത് പിന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വിളന്നല. അത് അപ്പാനിയുടെ പ്രശ്നം തന്നെ. അപ്പാനിക്ക് വ്യക്തി വൈരാഗ്യം ഇല്ല എന്നൊക്കെ പറയും. അപ്പാനിക്ക് ഭയങ്കര ദേഷ്യമാണ് അനീഷിനോട്. ദേഷ്യല്ല, അനീഷിനോട് ഈഗോ ആണ്. ഈഗോ ആണ്. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പാനി വിചാരിക്കുന്നത് ഞാൻ സിനിമാ താരമാണ്, അവൻ സീരിയൽ നടനാണ്, മറ്റേവര് കലാപം എന്ന് വന്നെയാന്ന്. ഇതൊക്കെ വന്നവർക്ക് ഇവിടെ കിട്ടാത്തൊരു വലിയും റേഞ്ചും ആണ് അനീഷിന് കിട്ടുന്നത്. അവൻ വെറും കോമണർ, വെറും പുഴുവാണവൻ. അവനെ ഇത്രമാത്രം നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ പ്രൂവ് ചെയ്ത് വന്നാണ്. നമ്മൾ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണ്. നമ്മൾ ജനങ്ങളുടെ എടുക്കുന്ന കയ്യടി വാങ്ങിച്ചു വന്നാണ്. ഇവൻ വെറും പുഴു. അപ്പാനി എന്താ അവിടെ ചെയ്യുന്നേ? അപ്പാനി അക്ബർ പറയുന്നതിന്റെ ഒന്നുമില്ല, അതിന്റെ അപ്പുറം ഇല്ല ഇപ്പുറം ഇല്ല. ജിസേലിന് ഇങ്ങനെ ഞാൻ ബാക്കി പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ അപ്പാനി ചെയ്യുന്ന എന്താ അറിയാ, പണ്ടത്തെ നമ്മളെ മഹാഭാരതത്തിൽ ഒരു ചങ്ങായി ചെയ്തുകൊണ്ടില്ല ആ പണിയാണ് ചെയ്യുന്നത്. അതായത് അപ്പുറത്തും ഇപ്പുറത്തും കുത്തി കൊടുക്കുക. അവന് പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അവിടെ ജിസേലിന് ഒരു ഗെയിമോ ഇല്ല, അക്ബറിന് ഒരു ഗെയിമോ ഇല്ല. അക്ബറും അപ്പാനും ഒക്കെ കൂടി അത് തന്നെ ഇത് തുടങ്ങിയേരം പോലും ഞാൻ പറയുന്നത് അവനൊരു ബസ് എങ്ങനെയെങ്കിലും അങ്കമാലിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ബസ് എത്തിച്ചു കൊടുക്കുക. കാരണം അവിടെ നിന്ന് കരകയറട്ടെ. ഇല്ല ബിഗ് ബോസ് എങ്കിലും പറ അപ്പ ശരത് ഇത് അങ്കമാലി ഡയറി സിനിമയല്ല, ഇത് ബിഗ് ബോസ് ആണ് ഒന്ന് പറഞ്ഞാൽ മതി. ഏടോ അതെല്ലെന്ന് പറഞ്ഞ ഡാൻസ് അല്ലേ, അത് അവർക്ക് അറിയുന്നതല്ലേ. അതിനൊന്നും കാര്യമില്ല. ഇതിലും നല്ല വൃത്തിക്ക് ഞാൻ കളിക്കൂലേ പോയിട്ട് നമ്മളെ കാണിച്ചോക്കട്ടെ. അതിലൊന്നും കാര്യമില്ല. ഇതിന് മുമ്പ് ഇവിടെ ബിഗ് ബോസ് ആൾക്കാർ വന്നിട്ടില്ലേ? നിങ്ങൾ അനീഷ് ഏൽപ്പിച്ചു നോക്കി ഈ സാധനം. അനീഷ് അതവിടെ നിൽക്കട്ടെ. ഇന്ന് അനീഷ് പൊതുവെ സൈലന്റ് ആയിരുന്നു. ലൈവ് എന്തായിരുന്നു അവസ്ഥ? അല്ല ലൈവ് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ചു നേരം അതെ മസാലയും കൊണ്ട് പോയി കുറച്ചു നേരം. പിന്നെ ജിസൈലിന്റെ ഈ ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ സത്യം പറഞ്ഞ ലൈവിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉറക്ക തൂങ്ങിയിട്ട് ഞാൻ അങ്ങ് വീണുപോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് കണ്ടന്റ് ഉണ്ടാക്കിയല്ല, അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് ഭ്രാന്തായതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതെന്താ ഒരാൾ ജെന്യൂൻ ആയിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് സ്വാഭാവികം നീ ആദ്യം അനുമോളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ സമ്മതിച്ചില്ല. ജിസൈലിന്റെ ഭാഗത്ത് ആടെ ശരി, ഞാൻ ജിസൈലിന്റെ ഭാഗത്ത് മാത്രമാണ്. അനുമോളെ സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ നീ ഒറ്റക്കെന്നാ പറഞ്ഞു, ഞാൻ പോവായിരുന്നു. അങ്ങനെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം പറ്റൂലായിരുന്നു. മനസ്സിലാക്കി. അനുമോളുടെ സൈഡിൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോയിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അതിന് അറ്റാക്ക് ചെയ്തതിനൊന്നും കരുതില്ല.
അവള് ഇപ്പം ചെയ്യാത്ത ഒരു കാര്യം, അവള് അവിടുന്ന് കിച്ചണിൽ നിന്ന് റൊട്ടി മോഷ്ടിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ജിസയിൽ അവളെ നോമിനേറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ആർക്കായാലും ദേഷ്യം വരുമോ ഇല്ലയോ? റൊട്ടി മോഷ്ടിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഇല്ല, അവള് മോഷ്ടിച്ചിട്ടില്ല. ബിഗ് ബോസ് പറയില്ലേ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്ന അല്ല, ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയട്ടെ. ഈ അനുമോളൊക്കെ ഇനിയും ഗെയിമിനെ പറ്റി മനസ്സിലായില്ല. കാരണം ഈ അനുമോള് ആരോ പറഞ്ഞു, മോളെ നീ എങ്ങനെയെങ്കിലും പോയിട്ട് കുറച്ച് കരഞ്ഞാ മതി, കരഞ്ഞാ കുറെ ആൾ ഇതിന്റെ കൂടെ കരഞ്ഞാലല്ല, അവള് കുറെ കൂടെ പേഴ്സണൽ ആയിട്ട് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് അനുമോള് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ. ഈ അനുമോളുടെ ഒരു ഏറ്റവും വലിയൊരു പോക്കൃത്തരം പറയട്ടെ. അതായത് മറ്റേ ഇവനുണ്ടല്ലോ എന്നാ പറയേണ്ടത്, ഞാൻ മറ്റേ ഭരത് ഗോപിന്റെ മറ്റേ ഈ ആക്ഷൻ കാണിക്കുന്ന നെവിൻ. ഈ നെവിൻ പിന്നെ ഓന്റെ എന്താ പറയുക നോട്ടം ശരിയല്ല, പിടുത്തം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു വന്നിരുന്നു. എന്നിട്ടും ഇന്ന് കണ്ടിരുന്നോ നീ? ഇന്ന് അവനെന്തോ കാണിക്കുമ്പോഴേക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടാ, അത് കണ്ടിരാ? എനിക്ക് അങ്ങനെയല്ല, നിനക്ക് പ്രശ്നമായി തോന്നണ്ട. അത് ബ്രദറിന്റെ കണക്ഷനല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അനുമോള് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരാൻ പാടില്ല. അനുമോൾ അത് പറയാൻ പാടില്ല. അനുമോള് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അക്ബറിനെ പറ്റിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം ഇനി ലാലേട്ടൻ ചോദിക്കാൻ നെവിനെ പറ്റിയിട്ടാണ്. പിന്നെ ലാലേട്ടന്റെ എപ്പിസോഡിൽ അവളത് വന്ന് അതെങ്ങനെ ക്ലാരിറ്റിയില് എങ്ങനെ നോട്ടം ശരിയല്ല? ഇവരെന്നാ നോട്ടം പഠിച്ചിട്ടാണോ വന്നത്? അത് പറ, ഇവരെങ്ങനെ നോട്ടം പഠിച്ചിട്ടാണോ വന്നത്? അനുമോള് അവിടെ ഒരു എന്താ പറയേണ്ടത്, ഒരു അത്രയും തരം താഴ്ന്ന ഒരു പരിപാടി ചെയ്യാൻ നോക്കിയതാണ്. അതായത് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാം, ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ കാര്യത്തിൽ എന്ത് ഒരു നല്ല പ്ലെയർ ഒക്കെ തന്നെയായിരിക്കും, പക്ഷെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ സൈഡിൽ കൂടെ. ജിസയില് മനുഷ്യത്വമുണ്ട്. ജിസയില് നല്ലൊരു പ്ലെയർ ആണ്. ജിസയില് നല്ല രീതിയിൽ കളിക്കുന്നതാണ്. പിന്നെ ഭാഷ അറിയാതെ കുറച്ച് വിഷമമുണ്ട്. അത് മാത്രമല്ല, പിന്നെ അവർക്ക് മേക്കപ്പ് ഇടാതിന്റെ ആ വിഷമവും കാര്യങ്ങളുണ്ട്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ട്. അവൾ ഇന്നും കൂടി മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ആർട്ടിഫിഷ്യൽ ഐലാഷ് മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അവരെ കഴിവാന്ന് ആർക്ക് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം എന്തുകൊണ്ടില്ല? ഞാൻ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതൊരു ഗെയിമാണ്, കണ്ടസ്റ്റന്റ് ആണെന്നും എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്നത്? അനുമോള് മാത്രമാണ് അവിടെ കുറച്ചെങ്കിലും ജിസൈലിനെതിരെ സംസാരിക്കുന്നത്. ജിസൈൽ അവളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ജിസൈലിന് അനുമോളിനെതിരെ അല്ലാതെ വേറെ അവിടെ എന്ത് ഗെയിം ഉള്ളത്? ഞാൻ പറയുന്നത് ഈ ജിസൈല് വെറുതെ ടാസ്ക് ചെയ്യൽ മാത്രമാണ്. അതെന്താ പ്രശ്നം എന്നറിയാം? അതായത് ജിസയിലിനെ മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ അന്നേരം മുതൽ ചൊറിയാൻ തുടങ്ങി. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു പോയിന്റ് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയധികം ബിഗ് ബോസിന്റെ റൂൾസ് ഒന്നും പാലിക്കാത്ത ഒരാളെ പിടിച്ചിട്ട് ഇവർ എന്ത് വകയിലെ ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്തത്? അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ വേറെ ഒരു കാര്യം പറയുന്നേക്ക്, അങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പം പറയുന്ന പോലെയല്ല. എന്താ വെച്ചാൽ ഈ അനുമോള് ഈ ജിസയിലിനെ പിടിക്കാനുള്ള കാരണം എന്തെങ്കിലും ഒരു സംഭവം അവിടെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ബാക്കിയെല്ലാം തന്നെ അനുമോളിന് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ പിടിക്കാം എന്ന് തന്നെ വിചാരിച്ച് തന്നെ അറിഞ്ഞുകൊണ്ട് പിടിക്കുന്നതാണ്. അനുമോള് അറിഞ്ഞുകൊണ്ട് പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജിസയിലിന് വേറെ ഗെയിം ഉണ്ടാ? ഇല്ലല്ലോ, അനുമോളിന്റെ പുറകെ. ഞാൻ പറഞ്ഞത് ജിസയിലിന് പക്ഷെ വേറെ ഗെയിം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ജിസയിൽ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ അടുത്ത ആഴ്ച നീ കണ്ടോ ജിസയിലിന്റെ കളി മാറുവാർന്ന്, ഒന്ന് ക്യാപ്റ്റനും കൂടി ആയിക്കോട്ടെ. എന്നാലും ഭയങ്കര റൂളിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും അടിച്ചമർത്തിയിരുത്തുന്ന ഒരു അതല്ല. പിന്നെ പണിപ്പുരയിൽ പോയിട്ട് ആ സാധനം വേണ്ട, ഈ സാധനം വേണ്ട, എല്ലാവരുടെയും ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങളെ ആരെയും നന്നാക്കാനല്ല ജിസയിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇപ്പൊ പഞ്ചാബ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെയെന്ന് പറഞ്ഞാൽ മലയാളികളെ തച്ചിരുത്തി പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്റെ അഭിപ്രായം കപ്പ് വരെ ഒന്നിക്ക് പിന്നെ ജിസയിലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോ കൊടുക്കണം എന്നാ എന്റെ അഭിപ്രായമായിരുന്നു. കാരണം അവിടെ കളിക്കുന്നത് അനീഷ് ജെനുവിൻ എന്ന് പറഞ്ഞാൽ അനീഷിനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അനീഷിന്റെ ഫാനായി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അത്രയും നല്ല ഗെയിമാണ് കളിക്കുന്നത്. അല്ലല്ല, അതിന്റെ ഇടയ്ക്ക് നീ എന്തോ പറഞ്ഞു? അല്ല, വേറെ രേണുവിനെ പറഞ്ഞില്ലേ നീ? ഇന്ന് രേണു ഒരു ആക്ഷൻ കാണിച്ചിട്ടില്ല. രേണു ഒരു ആക്ഷൻ കാണിച്ചിട്ട് അത് രേണു ഒരു വീഴ്ച വീണിന്ന്. ആ വീഴ്ച എണീറ്റ് വന്നില്ലേ? 250 വോട്ടാ അപ്പൊ കിട്ടിയത്. അറിയാ? അമ്മമാര് കരഞ്ഞു. ഞാൻ വിചാരിച്ച അയ്യോ ശാരികനെ പോലെ ഇരുന്ന ആളെയോ. ഇല്ല, അമ്മമാര് കരഞ്ഞു. മുത്തശ്ശിമാര് പൊട്ടിക്കരഞ്ഞു. 3 പേർക്ക് അറ്റാക്ക് വന്നു. അവരെല്ലാം ആശുപത്രിയിലാണ് ഇപ്പൊ ഉള്ളത്. ആ ഒരു ഗെയിം കളിച്ചില്ലേ? അല്ല, രേണു കളിച്ചു. അതാ ഞാൻ പറഞ്ഞ ആ രേണുവിന്റെ വീഴ്ചയില് അവിടെയുള്ള ഞാൻ പറയുന്നത്. അല്ല, രേണുവിന്റെ പ്രശ്നം എന്നാ എനിക്കറിയാം. രേണുവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തെ കാര്യം ആലോചിച്ചിട്ട് വിഷമമുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ രേണുവിന്റെ ഈ പിന്നെ ഇതൊക്കെ കൈയടക്കി വേറെ ആരെങ്കിലും വെച്ചിരിക്കുമെന്ന്. ഇനി വന്ന രേണുവിന് സീറ്റ് കിട്ടൂല. രേണുവിന് ആ ഇത് കിട്ടൂല. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് കളിച്ചു കഴിഞ്ഞാൽ വല്ല സീരിയലിലോ വേറെ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടാന്നല്ലാതെ രേണുവിന് ആ പഴയ റീൽസും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടൂല. കൈയടക്കി വെച്ചില്ലേ വേറെ ആള്. രേണുവിന്റെ ഇതൊക്കെ കൈയടക്കി വെച്ചു. രേണുവിനെ ഒന്നും അങ്ങനെയൊന്നും ആർക്കും എന്താ പറയാ
ഒരു സൈഡാക്കി ഒതുക്കി വെക്കാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ രേണുവിനെതിരെ നല്ല കളി പുറത്ത് നടക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. അതില്ലാന്നൊന്നും പറഞ്ഞു. എന്നാ കാരണം അറിയാം, രേണു അങ്ങനെ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ ജീവിക്കണ്ട എന്നുള്ള ചില ആൾക്കാർ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ബിഗ് ബോസിന്റെ അകത്തുള്ള കാര്യങ്ങൾ. പക്ഷെ വേറെ കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ അതിന്റെ ഒരു വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ നാളെ വരും. അതായത് ഒരു പള്ളിയിലെ അച്ഛനൊക്കെ അങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഇതാ വരുവാ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അച്ഛൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ രേണു വന്നിട്ട് തീരുമാനിക്കും അല്ലേ? അത് ശരിയാണ്. ആള് ഗെയിം ഷോയില് പോയിരിക്കുകയാണ്. ആ സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ ഒരു വോട്ടിംഗ് ആണ്. ഇത് വോട്ടിംഗ് ആയത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു അച്ഛൻ പറയുമ്പോഴേ അവിടെ വോട്ടിംഗ് നടക്കുന്നതാണ്. അത് മനസ്സിലാക്കണം. അതിനെ കൊണ്ട് മാത്രം രേണുവിന്റെ സപ്പോർട്ട് പറഞ്ഞു. രേണുവിന് എന്തായാലും ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് പിടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രേണു ഒന്ന് അനങ്ങിയാൽ അവിടെ കണ്ടന്റ്. ഇനിയൊരു പരസ്യം, വേറൊരു പരസ്യം പറഞ്ഞില്ലേ, ചേച്ചി ഒന്നും മിണ്ടാതിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഗെയിമാന്ന്. അതാണ് ഇന്ന് കണ്ടില്ലായിരുന്നു. ആ ഒരു ഗെയിം ജയിച്ചപ്പോഴും രേണുവിന്റെ ആവേശം മറ്റേതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. രേണു അവിടെ ആവേശം കാണിക്കുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങനെ പരക്കം പായ്യെന്ന് നാളെ എന്ത് കണ്ടിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു കണക്ക് ഞാൻ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ വീട്ടുകാരെല്ലാം എനിക്ക് കുറച്ച് സൈലന്റ് ആകുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? അവരെല്ലാവരും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇനി വേറെ എന്താ പറയാനുള്ളത്? നെവിന്റെ കാര്യം പറയാനില്ല. നെവിൻ നമ്പോ നെവിനെ ഇത് എല്ലാരും കൂട്ടിയിട്ട് കുടഞ്ഞ് അങ്ങ് ജയിലാക്കിയില്ലേ. പക്ഷെ എല്ലാം ഒരു ഫണ്ണായിട്ട് എടുത്തിട്ട് ആള് അത്ര സീരിയസ് ആയിട്ട് ഈ ഗെയിമിനെ കാണുന്നില്ല. പക്ഷെ അത് അവളുടെ ഒരു സ്ട്രാറ്റജി, അവന്റെ ഒരു കളി അതായിരിക്കും. പക്ഷെ വേറെ കാര്യം വെറുപ്പിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. അതായത് പ്രേക്ഷകർ നല്ല രീതിയിൽ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശ്രീരേഖ എമ്മാതിരി വെറുപ്പിച്ചിട്ട് ശ്രീരേഖ ആ പാട്ടും ഡാൻസും പാടിയിട്ടാണ് പോയിന്റ് പറയുന്നുണ്ട്. പക്ഷെ വേറെ കാര്യം, നെവിൻ പോയിന്റ് പറയുന്നുണ്ടെങ്കിലും അവിടെ കാര്യമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതാണ് പ്രശ്നം. അങ്ങനെയല്ല, ഓവർ വഴക്കല്ല. പക്ഷെ ഇന്നിപ്പോ ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് അത് അനാവശ്യമായിട്ട് ജിസേലിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്നും ജിസേലിനെ സപ്പോർട്ട് ചെയ്യും. ആകെ ഞാൻ പറഞ്ഞില്ല, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന നീ മാത്രമേ ഉള്ളൂ. ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അതറിയാമോ? അത് കുഴപ്പമില്ല, എന്ത് കഴിഞ്ഞാലും ശരി. ജിസേൽ അവിടെ വിജയിക്കും, ഉറപ്പാ നടന്ന് മനസ്സിലാക്കി. ജിസേലിന് ഇല്ല എനിക്ക് വലിയ സ്കോപ്പ് ഒന്നും കാണില്ല ഇപ്രാവശ്യം. പക്ഷെ എനിക്ക് വലിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അനുമോളിനെ ഇടിച്ച് താഴ്ത്തി നിരത്തുന്ന എനിക്ക് തോന്നുന്നു. അല്ല, ഇടിച്ച് താഴ്ത്തി നിരത്തണല്ലോ. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അക്ബറിന് അമ്മ അതിന് പറച്ചല്ലേ പറഞ്ഞിന്. അപ്പൊ തീർച്ചയായിട്ടും പറയണ അല്ലാന്നേ ലാലേട്ടെ അക്ബറിനാ മറ്റേ ഇവരെ വെറുതെ വിട്ടു. ഞാൻ പറയുന്നത് അതായത് ജിസയിൽ കാണിച്ച തെറ്റിനെന്നാ വേണ്ടേ അറിയാം. ലാലേട്ടൻ അങ്ങനെയാന്ന് ഒരു കാര്യം ഇറക്കി വിടുവാ. അതല്ലേ വേണ്ടത്. ആ ടൈമിൽ ഇറക്കി വിടില്ല. അതന്നെ ഞാൻ ഒരു കാര്യം പറയാം, അതല്ലേ വേണ്ടത്. പക്ഷെ ബിഗ് ബോസിന് ഒരു സൈഡിൽ ചേർത്ത് പിടിക്കും, ഒരു സൈഡിൽ ഇങ്ങനെ തള്ളും. അങ്ങനെയാണ്. കാരണം ഇത് ജിസൈൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങോട് കൂടി ആൾക്ക് ഭയങ്കര ഒരു കോംപ്ലക്സ് ഉണ്ട്. എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ബാക്കിയുള്ളവർക്ക് അങ്ങനെ എന്നൊക്കെ. അതിപ്പോ ഞാൻ പറയുന്നത് അതിപ്പോ ഞമ്മക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ഓർമ്മയില്ല, അർജുന്റെ ആ പേരായിട്ട് ശ്രീതുനെ കൊണ്ടുവന്നു. അതിനപ്പുറത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു, ഈ രജിത് കുമാറിന്റെ എല്ലാം. അങ്ങനെ ഓരോരോ സീസണിൽ ഇവർക്ക് ഒരു ഇതായിട്ടുള്ള ഒരു ടീം ഉണ്ടാകും. അത് അവരെങ്ങനെയെങ്കിലും കൊണ്ടുവരുവായിരുന്നു. അത് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു മംഗ്ലീഷ് സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജിസേൽ എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്ത് പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയും, ജിസേലിനെ ആദ്യം കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ജിസേൽ ഭയങ്കരമായിരിക്കും. അനുമോൾക്കെതിരെ ഒരു ഗ്രൂപ്പീസ് ആണ് നടന്നത്. അനുമോൾക്കെതിരെ ഗ്രൂപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അവിടെ അനുമോൾക്കെതിരെ ഗ്രൂപ്പീസ് എങ്ങനെ നടക്കുമ്പോഴും ഒരാളെ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്തിനാ അവരെ കൂവുന്നത്, അതെനിക്ക് എന്നും മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞ അവിടെയുള്ള ഈ പിന്നെ മൊണ്ണകൾ തന്നെ ഞാൻ വിളിക്കുക. ഒരു മൊണ്ണകൾക്കും അവിടെ കളി അറിയില്ല. അവിടെ ആകെ കളി അറിയുന്നത് ഈ അനീഷിന് മാത്രമാണ്. അത് നീ അറിയാം. ഈ അനീഷ് കൂവീന ഇല്ല. അനീഷ് ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ എല്ലാരും ടാർഗറ്റ് ചെയ്തിട്ട് അനീഷ് അവിടെ വീണിനാ. ഇല്ല, അതല്ലേ അനീഷിന്റെ ഗെയിം. അതെ, നല്ലൊരു ഗെയിം. ഞാൻ പറയുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയ ഒരേ ഒരു ആളാരാ എനിക്കറിയാം, ശാരികയാണ് എന്ന്. അതയാളെ ഗെയിമാണ്, അയാളെ ഗെയിം. പക്ഷെ ഈ ശാരികക്കോ എന്നാൽ ഇവന്റെ കൂടെ കൂടാനും കഴിയുന്നില്ല. എന്നാ പിന്നെ ശാരിക പറയണ്ടേ അനീഷ് പറയുന്നേ ശരിയാണെന്ന്. അനീഷിന് വേണ്ട, എനിക്ക് വേണം ഒന്നാം സ്ഥാനം. സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് അനുമോൾ ഇപ്പൊ കോർണർ ചെയ്യപ്പെടുന്നത്. അതെ, ഞാൻ പറയുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ അനീഷിനെ സപ്പോർട്ട് ഈ അനുമോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കരച്ചൽ നാടകവും അതുപോലെ ഫിസിക്കലിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അനുമോൾക്ക്, അല്ലാതെ വേറെ ഒന്നുമില്ല.
പക്ഷേ ഈ അനീഷ് ഉണ്ടല്ലോ, അപ്പൊ അനീഷിന് അവിടെ ഗെയിം മനസ്സിലായതാണ്. ശാരികക്ക് നല്ലൊരു കളിയേണ്ടി വരും. ശാരിക ഇത്രയൊക്കെ ഇതുണ്ടെങ്കിൽ ഏതായാലും പുറത്തു പോയാൽ പോട്ടെ, അങ്ങനെ വെക്കുന്ന ഒരു സ്ത്രീയാണെന്നാ പറയുന്നത്. അന്ന് ഈ അനീഷ് ബിഗ് ബോസ് 1-ാം സ്ഥാനം എനിക്ക് വേണം ബിഗ് ബോസ് എന്ന് പറയുമ്പോ അത് പറ്റൂല ബിഗ് ബോസ്, എനക്ക് വേണം 1-ാം സ്ഥാനം, ഞാനാണ് അവനെ കാട്ടിയും ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അവിടെയാണ് 1-ാം സ്ഥാനം എനിക്ക് തരാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർക്ക് ആർക്കും വേണ്ടതാണ്. അതല്ലേ അവരുടെ ഗെയിമാണ്. അവിടെ ഞാൻ അതുകൊണ്ടല്ലേ പറയുന്നത്, അവിടെയുള്ള എല്ലാം എന്ന് പറഞ്ഞ മരവാഴകളാണ്. ഒന്നിനെന്ന് പറഞ്ഞ ബുദ്ധി എന്ന് പറയുന്ന ഒന്നിനും ഇതുവരെ ഗെയിം അറിയില്ല. ഇപ്പൊ അപ്പാനിന്റെ കൂട്ടത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അക്ബറിന് രക്ഷയില്ല. അക്ബറിന്റെ കാര്യം പോക്കാണ്. അക്ബറിന് നല്ല ഗെയിം അറിയാം. ഒരു കാര്യം വന്നതോടുകൂടി അക്ബർ സൈഡായി എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഷാനവാസ് ബുദ്ധിപരമായിട്ട് കളി. എന്നാ ഷാനവാസില്ലേ അക്ബറിനോട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ കളീന്റെ ഇട ഒരു ഇതുമില്ല. അതുപോലെ അപ്പാനിയോട് കൂട്ടുണ്ടെങ്കിൽ കളീന്റെ അവിടെ ഒരു ഇതുമില്ല. എന്നുള്ള നിലയില് അനുമോളുടെ ആ ഒരു മോർണിംഗ് കേസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഇന്നത്തെ ഷാനവാസിന്റെ പെർഫോമൻസ് 100% നല്ലതായിരുന്നു. അതെ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഷാനവാസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അനീഷിനെ ഇഷ്ടാണ്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാൻ ഷാനവാസിന് കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഈ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരെല്ലാരും കോർണർ എല്ലാവരും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ അനീഷിനോട് ആരും മിണ്ടാൻ പാടില്ല, അനീഷിനോട് ആരും പിന്നെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ അത് തെറ്റിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പാനിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നിട്ട് അവരെ ഉപരോധിക്കുകയാണ് ചെയ്യുന്നത്. അത് സത്യം. നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തേ, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത്, ഓരോരുത്തരുടെ ഡിസിഷൻ അതെന്തിനാ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തു, ബിൻസിനെ ഇവർ ക്രോസ് വിസ്താരം ചെയ്യുന്നു. അത് മാത്രല്ല ഇപ്പൊ ആ ശൈത്യ എന്ന് പറയുന്ന ഒരു കളിയില്ലാതെ ഇപ്പൊ ഔട്ടാകാൻ നിൽക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ വന്ന് പറയുമ്പോ നീ ആരാടാ അത് പറയാ, ഞാൻ ഒറ്റയ്ക്കിടെ കളിക്കാൻ പറ്റില്ല, നീ നിന്റെ പണി നോക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഏതെങ്കിലും സിനിമയിൽ കരയുന്നു, എന്നെ ജയിൽ നോമിനേറ്റ് ചെയ്യണ്ടായിരുന്നു, ഞാൻ ആക്റ്റീവ് അല്ലാന്ന് പറഞ്ഞിട്ട്. അവിടെ എന്ത് ആക്റ്റീവ് അല്ല, എന്താണ് അവര് ആക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ളത്? അതല്ലേ ഞാൻ നിന്നോട് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലോ തരം കളിയാന്ന് കളിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോ സമയമായി, വേറെ ഒന്നും പറയാനില്ലല്ലോ. അതെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കളിക്കുന്ന ബിഗ് ബോസ് തന്നെയാണ്, ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല. ഞാൻ ഇപ്പോഴും പറയുകയാണ്, അനുമോൾക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് പിന്നെ അവിടെ അനുമോളെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തുന്നത് പറയാ. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ബൈ.